മാന്യസദസ്സിന് വന്ദനം. എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ചികിത്സ ആവശ്യമായ ആരോഗ്യരംഗം എന്നതാണ്. വിദ്യാഭ്യാസത്തിലും കായികത്തിലും എല്ലാം നമ്മുടെ കേരളം മുൻപന്തിയിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ കേരളം പിന്നിലായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞു തുടങ്ങാം. ശാരീരികവും മാനസികവും വളരെയധികം തൃപ്തിപ്പെടുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കുറവ് തന്നെയാണ് ആരോഗ്യം. എല്ലാവരും ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും അവർക്ക് ഇഷ്ടമുള്ള രീതിയും ഒക്കെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. അത് വളരെയധികം മോശം തന്നെയാണ്. കാരണം നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടിയും നമ്മൾ നല്ല ചിട്ടയിലൂടെയും ഒക്കെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്കുള്ള ആരോഗ്യമുള്ള മനുഷ്യരായി മാറാൻ കഴിയുകയുള്ളൂ. പക്ഷെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ശുശ്രൂഷിക്കുന്ന ആശുപത്രികളിലും ഇതൊരു വലിയൊരു പങ്ക് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പനിയായി പോവുകയാണെങ്കിൽ നമ്മൾ ആശുപത്രികളിലൊക്കെ നല്ലൊരു ചികിത്സ നമുക്ക് ലഭിക്കണമെന്നില്ല. പക്ഷേ എല്ലാ ആശുപത്രികളും ഞാൻ അങ്ങനെ പറയുന്നില്ല. ചില ആശുപത്രികൾ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ചികിത്സ ആവശ്യമായ ആരോഗ്യരംഗം എന്നത്. നമ്മുടെ ആരോഗ്യത്തെ കളയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതി. നമ്മൾ കഴിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ആരോഗ്യം. ഇപ്പോൾ നമ്മൾ എപ്പോഴും എണ്ണയിലിട്ട് വറുത്ത പല ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നു കയറാൻ സാധ്യതയാകുന്നു. പിന്നീട് നമ്മൾ മിഠായികളും മധുര പദാർത്ഥങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതിലൂടെയും ഷുഗർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നു ചേരുന്നു. ഇതിനെക്കാട്ടിലും ഒക്കെ വളരെയധികം ഉപദ്രവകാരിയായ ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ പച്ചക്കറികളിൽ അടിക്കുന്ന കീടനാശിനികൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ കീടനാശിനികൾ അടിച്ച പച്ചക്കറികളും കായികങ്ങളും ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ പോലും വന്നു ചേരാൻ സാധ്യതയാകുന്നു. ഇങ്ങനെ ആരോഗ്യം ബാധിച്ചു പല കുട്ടികളും ഇപ്പോൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന കുട്ടികളും ഇപ്പോൾ ആരോഗ്യമില്ലാത്തതിനാൽ ഒന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല. അവർക്ക് പല രോഗങ്ങളായി ഇപ്പോൾ ആശുപത്രിയിലാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവരുടെ ഭക്ഷണ രീതി വളരെയധികം മോശമാണെന്ന് തന്നെയാണ്. എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതും എണ്ണയിലിട്ട് വറുത്തതും ഒക്കെ കഴിക്കണമെന്നാണ്. പക്ഷെങ്കിൽ ശരിയായ ആരോഗ്യ രീതി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് ഒരു കീടനാശിനിയും അടിക്കാത്ത പച്ചക്കറികളും കായികങ്ങളും ഇലവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള തലമുറ എങ്കിലും വളരെയധികം ആരോഗ്യമുള്ളതായി വളരണം. അപ്പോൾ അത് നമ്മൾ സ്കൂളുകളിലും കുട്ടികൾക്കും ഒക്കെ ബോധവൽക്കരണമായിരിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.